ഞാൻ കിച്ചണിൽ കയറി കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അമ്മയുടെ ഒറ്റ ഡയലോഗാണ്, നീ ഇപ്പോഴങ്ങനെ അത് ചെയ്ത് തീരുമോ, വിശന്ന് മരിക്കാറായാലും അത് കൈ കിട്ടുമെന്നാണ് എന്നോട് ചോദിക്കാറ്. സത്യം തന്നെയാണ്. എൻ്റെ ഒരു കാര്യമാണ്, ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ കയറിയാൽ ഇന്നൊന്നും അത് ചെയ്ത് തീരത്തില്ല. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. അതുപോലെയാണ് ഈ ഒരു ചിക്കൻ്റെ കേസും. കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഐ ഡി കാർഡ് പോലും ഊരിയില്ല, ബാഗ് മാത്രം ഊരി വെച്ച് നേരെ കിച്ചണിലേക്ക് കയറി അവിടെ എന്ത് കഴിക്കാനുണ്ടെന്ന് നോക്കി. അപ്പോഴത്തേക്ക് ചിക്കനെല്ലാം മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്താ മസാല അങ്ങോട്ട് ദഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മസാല കൂടി ഇട്ട് മിക്സ് ചെയ്യാണ്. ഹെൽപ്പിന് വേണ്ടിയിട്ട് ആശിക്കൂട്ടിനെ നിർത്തിയിട്ടുണ്ട്. അവന് ക്ലാസ്സിന് പോകണമെങ്കിൽ അവൻ ഇതുപോലെ എൻ്റെ ഉറക്കം നടക്കും. അതായത് എനിക്കിതുപോലെ കയ്യാൾ അവനാണ്. എന്തെങ്കിലും വേണമെങ്കിൽ ആശി അതും എടുത്തോണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ചെറുതായിട്ടൊരു പണി കിട്ടും. ഒരു കറിവേപ്പില പിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. പാൻ അടുപ്പത്ത് വെച്ച് കറിവേപ്പിലയിൽ പിടിച്ചു നോക്കിയപ്പോൾ എന്തോ വ്യത്യാസം. ഇതെന്താ ഇങ്ങനെ അങ്ങനെ അടുത്ത് ഞാൻ കറിവേപ്പില വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. കറിവേപ്പില വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ ഇരിക്കുന്ന ടബിന്റെ അടുത്ത്, അതായത് അവൻ മീൻ വളർത്താനായിട്ടൊരു ടബ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടബിന്റെ അടുത്ത് ഇരിക്കുന്നതാണെന്ന് വെച്ചപ്പോൾ ഞാൻ ആണെന്നും പറഞ്ഞു. കറിവേപ്പില എന്തോ പിടിച്ചപ്പോ എന്തോ വ്യത്യാസം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്കാണ് അവൻ പിച്ചിക്കൊണ്ടുവന്നത് മറ്റേ ഇലിമ്പിക്കേണ്ട ഇല പിച്ചിക്കൊണ്ടുവന്നത് കറിവേപ്പില എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അത് ചോദ്യം ചെയ്യാനായിട്ട് അവൻ്റെ അടുത്തോട്ട് പോയി. ആ പോയ നേരം കൊണ്ട് ചട്ടി അവിടെ നിന്ന് പുകഞ്ഞൊരു പരുവാവുന്നുണ്ടായിരുന്നു. വേഗം ഓടി വന്നു. എന്തായാലും കുഴപ്പമൊന്നും സംഭവിച്ചില്ല. മുമ്പ് ഇതുപോലെ ചട്ടി ഓണാക്കി വെച്ചിട്ട് അവസാനം അടുത്ത് തീ കത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ കറക്റ്റ് കറിവേപ്പില തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവനെ തന്നെ രണ്ടാമത് പറഞ്ഞു വിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. എങ്കിലും ഞാൻ പോകത്തില്ല, അവനെ തന്നെ പോയി പറഞ്ഞു വിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്ക് നമുക്ക് ആശിക്കുട്ടനോട് ക്ഷമിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെയുള്ള പല വീഡിയോസിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. അങ്ങനെ തന്നെ ലാസ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ പെട്ടെന്ന് നിൽക്കൊന്ന് വേഗം തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞ വാക്ക് ഞാൻ അതുപോലെ തന്നെ അക്ഷരം തെറ്റാതെ പാലിച്ചു. ഇന്ന് പക്ഷേ ഞാൻ വേഗം തന്നെ എല്ലാം ചെയ്ത് തീർക്കുമെന്നുള്ള വാക്കൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കയറിയത്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. എപ്പോഴത്തെയും പോലെ തന്നെ നല്ല രീതിയിൽ ലാഗ് എടുത്ത് അവസാനം 1 മണിക്കൂറത്തെ കഷ്ടപ്പാട്